നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണേ. ലാലേട്ടൻ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ലഡു പൊട്ടി. അപ്പോൾ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കറക്റ്റ് സമയമായപ്പോൾ പരിപാടി തുടങ്ങി കേട്ടോ. ആദ്യം തുടങ്ങിയത് ഗാനമേളയാണ്. പ്രമുഖരായ ഗാനമേളക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വേദിയിൽ നല്ല ഭംഗിയിൽ അവർ പാട്ട് പാടി തകർക്കുന്നുണ്ട്. കേട്ടിരിക്കാനും ആസ്വദിക്കാനും നല്ല രസമുണ്ട്. ലൈറ്റിക്കൊക്കെ ഇട്ട് നല്ല രസമായിട്ട് അവിടെ അലങ്കരിച്ചിരിക്കുന്നതുകൊണ്ട് അതിലേറെ ഭംഗിയുമുണ്ട്. അങ്ങനെ ഗാനമേള കുറേ ആസ്വദിച്ചിരുന്നപ്പോൾ ലാലേട്ടൻ്റെ വരവെത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പ്രീമിയം പാസ്സുള്ളത് നമുക്കറിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് ലാലേട്ടനെ തൊട്ടടുത്ത് കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മുഖ്യ അതിഥി എത്തി. നോക്കിയേ, നമ്മുടെ ലാലേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് ആൻ്റണി പെരുമ്പാവൂരും ഇരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ലാലേട്ടനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൗതുകത്തിലാണ് കേട്ടോ ഞാനുള്ളത്. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലാലേട്ടനെ കാണണം എന്നുള്ളത്. അങ്ങനെ കണ്ടു കേട്ടോ. അച്ചൂട്ടനാണെങ്കിൽ എമ്പുരാനെ കാണണമെന്ന് ഒറ്റ ഒരു വാശിയായിരുന്നു കേട്ടോ. അത് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്ക് ആ തിരക്ക് കാരണം അങ്ങനെ അടുത്ത് കാണാനുള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു വരിക്കിപ്പുറത്ത് നിന്ന് തന്നെ ലാലേട്ടനെ നല്ല വ്യക്തമായി കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റേജിൽ വിജയ് യേശുദാസ്, സിത്താര ഒക്കെ നല്ല ഗാനങ്ങൾ ആലപിച്ച് കാണികളെയും പ്രേക്ഷകരെയും ഒക്കെ കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു വരിക്കിപ്പുറമാണ് കേട്ടോ. നമുക്ക് പാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ നിർത്തിയിരിക്കുന്നത്. പാസ് കൊടുക്കുന്ന വിവരം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഒരു കൈ നമ്മളും നോക്കിയേനെ. അങ്ങനെ ലാലേട്ടൻ്റെ പ്രസൻറ്റേഷനായിട്ടോ ഓരോ കഥകളെക്കുറിച്ചും അഭിനയിച്ച ഓരോ സിനിമകളെക്കുറിച്ചും ഒക്കെ ഒരു നല്ല പ്രസൻറ്റേഷൻ. കേട്ടിരിക്കാൻ ഒരുപാട് സന്തോഷം തോന്നിയ നല്ല നിമിഷങ്ങൾ. അത് കുറേ നേരം ആസ്വദിച്ചു. അങ്ങനെ ലാലേട്ടൻ്റെ ഓരോ കഥകളിൽ കൂടെ ചെമ്പൻകുഞ്ഞ്, ബഷീർ, ഓരോ കഥകളിൽ കൂടെ നമ്മളെ കൊണ്ടുപോയത് മറക്കാനാവാത്ത ഒരു അനുഭൂതി തന്നെയായിരുന്നു. ലാലേട്ടനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഒരു ആരവം തന്നെയായിരുന്നു കേട്ടോ. ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് അവിടെ. അതെല്ലാം കണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം നൽകി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ലാലേട്ടൻ്റെ ലാളിത്യമുള്ള സംസാരവും കേട്ട് നല്ല ഗാനമേളയും ആസ്വദിച്ച് നമുക്കൊരു ഷേക്കൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പോവാമെന്ന് കരുതി തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലോട്ട് നമ്മൾ കയറി. അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് 2 ഷേക്ക്, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പോരാമെന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളാണ് കേട്ടോ. ഇതൊന്നും കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള ഒരു ആവേശത്തിലാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഈ ചെറിയ ചെറിയ കലാപരിപാടികൾ. നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് കേട്ടോ ലാലേട്ടനുള്ളത്. അങ്ങനെ ലാലേട്ടനെ കണ്ട സന്തോഷം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ആവേശമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം സാധിച്ചു കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.